വഞ്ചിയൂരിൽ അഭിഭാഷകയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് നിന്ന് തുമ്പ പോലീസാണ് ബെയിലിനെ സാഹസികമായി പിടികൂടിയത്. കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കവേ ജീപ്പ് കുറുകെയിട്ടാണ് പിടികൂടിയത്. പോലീസിന് നന്ദിയെന്ന് മർദ്ദനമേറ്റ അഭിഭാഷക ശ്യാമിലി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എല്ലാം കോടതിയിൽ പറയാമെന്ന് ബെയിലിൻ ദാസും പ്രതികരിച്ചു. കോടതിയുടെ പരിധിയിലുള്ള ഒരു കാര്യമല്ലേ, കോടതി തീരുമാനിക്കട്ടല്ല. ഞാനെല്ലാം കോടതിയോട് പറയാം. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ആണ് ചേരുന്നത്. ബിനിൽ, എന്തായാലും ഇപ്പോൾ ബെയിലിൻ ദാസിനെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏത് രീതിയിലാണ് നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നത്? സ്വാതി, ഞാനിപ്പോൾ ഉള്ളത് ജനറൽ ഹോസ്പിറ്റലിലാണ്. ഇവിടേക്കാണ് വൈദ്യപരിശോധനയ്ക്കായി ബെയിലിൻ ദാസിനെ എത്തിക്കുക. അല്പസമയത്തുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവിടേക്ക് വരും, വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവിടേക്ക് വരും. അധിക ദൂരമില്ല. ഇവിടേക്ക് വന്ന് മെഡിക്കൽ എടുത്തതിന് ശേഷമാകും മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുക എന്നാണ്. ഇന്ന് തന്നെ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ DCP അടക്കം വഞ്ചൂർ സ്റ്റേഷനിലേക്ക് എത്തി ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. ഇയാളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ഈ ശ്യാമിലി ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പോലീസ് ചോദിച്ച് അറിയുകയും മൊഴിയെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും അല്പസമയത്തിനുള്ളിൽ ആശുപത്രിയിലേക്ക് എത്തിച്ച വൈദ്യപരിശോധന നടത്തും. ഇന്നലെയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഈ ഓഫീസിലെ ചില പ്രശ്നങ്ങൾ കാരണം അവിടെ എത്തിയ ശ്യാമിലിയെ മർദ്ദിക്കുകയായിരുന്നു ഇയാൾ. അതിനുശേഷം സാരമായ പരിക്ക് ഉണ്ടായിരുന്നു മുഖം. അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ പറഞ്ഞപ്പോൾ തന്നെ അത് വ്യക്തമാണ്. കാരണം അവരുടെ മുഖം കലങ്ങിയിരുന്നു, നീര് വെച്ച് വലത് കണ്ണിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം ഇയാളെ പോലീസ് പിടികൂടാൻ വേണ്ടി ഈ കോടതി പരിസരത്തേക്ക് എത്തിയതുമാണ്. പക്ഷേ അവിടെ ഈ ബാർ കൗൺസിൽ നേതാക്കൾ അവർ പോലീസിനെ തടയുകയാണ്. അങ്ങനെയാണ് ഇയാൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു വഴി തെളിഞ്ഞത്. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോകാനുള്ള സ്ഥലങ്ങളെല്ലാം പോലീസ് അവിടെയെല്ലാം അന്വേഷിച്ചിരുന്നു. പക്ഷേ ഇയാളെ കണ്ടെത്താനായില്ല. ഇന്നാണിപ്പോൾ ഇയാൾ ഈ സ്റ്റേഷൻ കടവ് ഭാഗത്ത് തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നതും അതിനുശേഷം പോലീസിന്റെ ഡാൻസർ സംഘം അടക്കമുള്ള ആളുകളാണ് അവിടെ എത്തിയപ്പോൾ ഒരു ഓൾട്ടോ കാറിലാണ് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇയാൾ മുതിർന്ന അഭിഭാഷകനാണ്. അതുകൊണ്ട് തന്നെ നിയമവശങ്ങളൊക്കെ കൃത്യമായി അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് മാറി നിന്ന് മുൻകൂർ ജാമ്യം എടുക്കുക എന്നുള്ളതാണ് ഇയാൾ സ്വീകരിച്ചു വന്ന വഴി. പോലീസിനെ കണ്ടപ്പോൾ തന്നെ ഇയാൾ ആ കാറിൽ തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് പോയ വാഹനം ഈ ഓൾട്ടോ കാറിന് മുമ്പിൽ കുറുകെയിട്ട് അങ്ങനെ സാഹസികം അല്ലെങ്കിൽ നാടകീയമായ രീതിയിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. എന്തായാലും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇയാളുടെ പ്രതികരണം നമ്മൾ എടുത്തതാണ്. അപ്പോൾ കോടതിയുടെ പരിഗണനയുള്ള കാര്യമല്ലേ, അത് കോടതിയിൽ പറയാം എന്നൊരു മറുപടിയാണ് ബെയിലിൻ ദാസ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ആശുപത്രിയിലേക്ക് ഇയാളെ എത്തിക്കും, വൈദ്യപരിശോധന നടത്തും. അതിനുശേഷമാകും മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുക. സ്വാതി.